ബി.ജെ.പിയുടെ ചാനൽ ചർച്ചകളിലേക്ക് മുഖമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു. സന്ദീപ് നേരത്തെ തന്നെ CPM-മായി ചർച്ച നടത്തിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെ ചർച്ച നടത്തുകയും അതിനോട് ചില പോസിറ്റീവായിട്ടുള്ള സിംറ്റംസ് അദ്ദേഹം കാണിക്കുകയും ചെയ്തിരുന്നു, പക്ഷെ ഉറപ്പ് നൽകിയിരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ AK ബാലൻ എന്ന് പറയുന്ന കേന്ദ്ര കമ്മിറ്റി മെമ്പർ, CPM-ൻ്റെ പാലക്കാടത്തെ ഉന്നതനായിട്ടുള്ള നേതാവ്, അദ്ദേഹം വന്ന് ഈ സന്ദീപ് വാര്യർ നല്ല വ്യക്തിത്വമാണെന്നും അദ്ദേഹം ഉത്തമനായിട്ടുള്ള സഖാവായി മാറും എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ അദ്ദേഹം പിന്നീട് CPM-ലേക്ക് പോകണ്ട എന്ന് തീരുമാനിക്കുകയും പിന്നീട് അദ്ദേഹം കോൺഗ്രസുമായി ബന്ധപ്പെടുകയും കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാരുമായി ചർച്ച നടത്തുകയും അദ്ദേഹം ഇന്നിപ്പോൾ കോൺഗ്രസ്സിലേക്ക് എത്തുകയും ഔദ്യോഗികമായി ഇത്രയും നാളുമുണ്ടായിരുന്ന BJP-യെ വഴിയിൽ ഉപേക്ഷിച്ച് അദ്ദേഹം കോൺഗ്രസ്സുകാരനായി തീരുകയും ചെയ്തു. ആ കോൺഗ്രസ്സുകാരനായി തീർന്നതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. അതിൽ അദ്ദേഹം തുറന്നു പറഞ്ഞേക്കുന്ന കാര്യങ്ങളുണ്ട്, പറയാത്ത ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് ചേർന്നിട്ടുണ്ട്. ആ ചേരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി ഒരു ഇമ്പാക്റ്റിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ജനസ്വാധീനത്തിൻ്റെ ബലത്തിൽ കൂടി അവിടെ കോൺഗ്രസ് ജയിച്ചു എന്ന് പറയാവുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഗുണം ചെയ്യും. പക്ഷേ നമുക്കറിയാം, CPM-ലേക്കാണ് പോകുന്നതെങ്കിൽ, LDF-ലേക്കാണ് പോകുന്നതെങ്കിൽ, LDF-ന് കഴിഞ്ഞ തവണ കിട്ടിയിട്ടുള്ള 25% വോട്ട് തന്നെയോ ചിലപ്പോൾ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവോ ഒക്കെ കിട്ടിയാൽ ഉറപ്പായിട്ടും സന്ദീപ് വാര്യർ പോയത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള ആൾ BJP വിട്ടുകൊണ്ടോ ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ലെന്ന് BJP-ക്ക് പറയാൻ പറ്റും. അതേപോലെ കൂളായിട്ട് CPM-നോ അല്ലെങ്കിൽ LDF-നോ ഒക്കെ തന്നെ വന്നതുകൊണ്ടൊരു ഗുണമുണ്ടായില്ല എന്നുള്ളൊരു ചിന്ത അവരുടെ നേതാക്കന്മാർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും കോൺഗ്രസ്സിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന് സന്ദീപ് വാര്യർ കണ്ടിരിക്കുന്നു എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, നമുക്കറിയാം CPM-ൽ ഒരിക്കലും ഇപ്പോൾ ഒരു സീറ്റോ സ്ഥാനങ്ങളോ ഒന്നും ഓഫർ ചെയ്യൽ അത്ര എളുപ്പമല്ല. ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ സന്ദീപ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ വിചാരിച്ചാൽ പോലും CPM-ൽ പലപ്പോഴും ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റികളും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒക്കെ ചേർന്ന് മാത്രമേ ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പിൽ എവിടെ മത്സരിക്കും, ആരൊക്കെ മത്സരിക്കുമെന്ന് പറയാൻ കഴിയുള്ളൂ. ഏതെങ്കിലും ചിലപ്പോഴുള്ള ബോർഡ് ചെയർമാൻഷിപ്പോ ബോർഡ് പ്രസിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും സ്ഥാനങ്ങളൊക്കെ കൊടുത്തേക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വാഗ്ദാനം കൊടുക്കാൻ കഴിയില്ല. പക്ഷേ കോൺഗ്രസ്സിലാണെങ്കിൽ പലപ്പോഴും നമുക്കറിയാം, കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർക്ക് അത്തരത്തിൽ ഒരു വാഗ്ദാനം കൊടുക്കാനുള്ള പവറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് VD സതീശന് വേണമെങ്കിൽ സന്ദീപ് വാര്യർക്ക് ഒറ്റപ്പാലം സീറ്റ് ഓഫർ ചെയ്യാം. കാരണം അവിടെ സരിൻ ഇപ്പം എന്തായാലും ഇല്ല, അല്ലെങ്കിൽ മറ്റു പല ഭൗമികാവുകന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇത് കൊടുക്കാം എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്താം. അല്ലെങ്കിൽ സുധാകരനൊക്കെ ആയിട്ട് സംസാരിച്ച് വേണമെങ്കിൽ അത്തരത്തിലുള്ള അമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്ക് എത്താം. പക്ഷെ അതൊന്നും CPM-ൽ നടക്കുന്ന കാര്യമല്ല. ഇപ്പോഴേ അത്തരത്തിലുള്ളൊരു വാഗ്ദാനം കൊടുക്കലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉറപ്പോ ഒന്നും സാധാരണയായി സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിബന്ധനകൾക്ക് പലപ്പോഴും CPM വഴങ്ങാറുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസ്സിലാണെങ്കിൽ ഇപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു വാഗ്ദാനം കിട്ടിയിട്ടുണ്ടാകും. അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് മത്സരിച്ചേക്കാം. മിക്കവാറും അത് ഉറപ്പായും പാലക്കാടോ അല്ല ഒറ്റപ്പാലത്ത് തന്നെയാകാനാണ് സാധ്യത. അപ്പോൾ അതിൽ തന്നെ അദ്ദേഹത്തിന് രണ്ടാമതൊരു സാധ്യത കൂടിയുണ്ട്. അത് അടുത്ത 2026 തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും മിക്കവാറും വലിയ തോതിലുള്ളൊരു കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാവുകയും ആ കോൺഗ്രസ് മുന്നേറ്റത്തിൽ ഒറ്റപ്പാലം പോലെ ഇടതുപക്ഷത്തിനോട് അടുത്ത് നിൽക്കുന്നൊരു മണ്ഡലത്തിൽ പോലും വേണമെങ്കിൽ അദ്ദേഹം ഇപ്പോൾ മുതലേ പരിശ്രമിച്ചാൽ ജയിക്കാൻ കഴിയാവുന്ന കാര്യമാണ് എന്നുകൂടി കണ്ടെത്താം. അപ്പോൾ ഇത്തരം സാധ്യതകൾ കൂടി കൊണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസ്സിലേക്ക് ചേരാൻ കാരണം. അദ്ദേഹം BJP ഏതാണ്ട് വിടാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ BJP-യിൽ അദ്ദേഹത്തിന് തുടരാൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്നുള്ളത് ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേർന്നാൽ ഇത്ര വലിയ ഡിമാൻഡ് ഉണ്ടാവില്ല. ഇപ്പോഴാണെങ്കിൽ വലിയ തോതിൽ അദ്ദേഹം സ്വീകരിക്കപ്പെടും എന്ന് ചിന്തിക്കാനുള്ള ഒരു രാഷ്ട്രീയ ബുദ്ധി കൂടി സന്ദീപ് വാര്യർക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ തീരുമാനം എടുത്തേക്കുന്നത്. പിന്നെ ഇതിന് ശേഷം സന്ദീപ് വാര്യർ ഈ BJP-ക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ചെയ്തേക്കുന്നത്. BJP-ക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ അദ്ദേഹത്തോട് ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ ചോദിച്ചിരുന്ന ചോദ്യം, BJP വിടുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ബലിദാനികളെ നിങ്ങൾ മറന്നോ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിമർശനം ഉന്നയിച്ചേക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ബലിദാനികളെയൊക്കെ മറന്നത് ഞാനല്ല, പകരം പാർട്ടിയാണ്. ബലിദാനികളെ കൊന്നവരെ പോലും രക്ഷപ്പെടുത്തുന്ന ലെവലിൽ പാർട്ടിക്കുള്ളിലുള്ള ആളുകൾ ഒറ്റുകാരാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യരെ ഒറ്റുകാരൻ വിളിച്ചവർക്ക് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. അതിൽ ഒന്നാമത്തെ കുന്തമുന അദ്ദേഹം നീട്ടിയേക്കുന്നത് കൃഷ്ണകുമാറിന് നേരെയാണ്. ബലിദാനികളുടെ ഫോട്ടോ വെച്ച് തെരഞ്ഞെടുപ്പിന് വോട്ട് പിടിക്കാൻ മാത്രമേ ഈ പാർട്ടി അതപ്പതിച്ചത് എന്നാണ് എന്ന് ചോദിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരാൾ ആലപ്പുഴയിൽ കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് കൃഷ്ണകുമാറൊക്കെ തന്നെ വോട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്,
മൂത്താൻതറയിൽ നിന്ന് പ്രിയ അജയനെ മാറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരെ ബാധിക്കാൻ പോകുന്ന പ്രശ്നമാണ്. ഒന്ന്. രണ്ടാമത്തെ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ശ്രീനിവാസൻ്റെ കൊലപാതകത്തിന് ശേഷം ശ്രീനിവാസൻ്റെ കൊലപാതകത്തിന് ശേഷം ആ കൊലപാതക കേസിൽപ്പെട്ട പ്രതികളെല്ലാവരും തന്നെ ജാമ്യം കിട്ടി പുറത്തു നിൽക്കുകയാണെന്നും അതേസമയം അതിന് തൊട്ടു മുമ്പ് നടന്നിട്ടുള്ള ഒരു കൊലപാതകത്തിൽ RSSൻ്റെ ജില്ലാ കാര്യവാഹമായിട്ടുള്ള ആളുകളടക്കം ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണെന്നും സുപ്രീം കോടതി വരെ പോലും അവർക്ക് ജാമ്യം കൊടുത്തിട്ടില്ല എന്നുള്ളതുമാണ്. എന്ന് പറഞ്ഞാൽ ഈ ശ്രീനിവാസൻ അടക്കമുള്ള ബലിദാനികളുടെ കാര്യത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോലും ഏറ്റവും പ്രമുഖരായിട്ടുള്ള അഭിഭാഷകരെ നിരത്തുന്നതിൽ പോലും BJP പരാജയപ്പെട്ടുവെന്നും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടത്തിലാണ് ഒറ്റുകാരനുള്ളതെന്നും ഒറ്റുകാരൻ BJPക്ക് അകത്ത് തന്നെയാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് ഏറ്റവും വളരെ ഗൗരവമേറിയ ഒരു ആരോപണം എന്ന് പറയുന്നത് BJPക്ക് വേണ്ടി കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ കേസ് നടത്തുന്നതിൽ പോലും ഗൗരവത്തിലെടുക്കാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം എന്നുള്ള വലിയ തോതിലുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. രണ്ടാമത് അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് നമുക്കറിയാം ഷാൻ എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു ആലപ്പുഴയിൽ തന്നെ. അതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഷാൻ എന്ന് പറയുന്ന SDP-കാരൻ കൊല്ലപ്പെട്ടതിന് ശേഷം PFIയുടെ ഒക്കെ ഭീഷണി നിലനിൽക്കുമ്പോൾ RSSൻ്റെയും നമ്മുടെ സംഘപരിവാറിൻ്റെയും BJPയുടെ ഒക്കെ എല്ലാ നേതാക്കന്മാരോടും വീടുകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ PFIയുടെയും SDP-യുടെയൊക്കെ ഏറ്റവും വലിയ ഭീഷണി ഉണ്ടായിരുന്ന ഒരാളെന്ന് പറയുന്നത് സന്ദീപ് വാര്യരാണ്. കാരണം അദ്ദേഹം സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി വലിയ തോതിൽ ചാനൽ ചർച്ചകളിൽ ഇദ്ദേഹം വിമർശനങ്ങൾ PFIക്കെതിരെയും SDP-ക്കെതിരെയും ഉന്നയിച്ചതുകൊണ്ട് ഏറ്റവും വലിയ ഭീഷണിയുള്ള ഒരാൾ സന്ദീപ് വാര്യരായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും സന്ദീപ് വാര്യരോട് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഈ നേതൃത്വം പറഞ്ഞില്ല. സന്ദീപ് വാര്യരെ മാത്രം അറിയിച്ചില്ല, മറ്റെല്ലാ നേതാക്കളോടും മാറി നിൽക്കാൻ പറഞ്ഞു. പക്ഷേ സന്ദീപ് വാര്യർ അറിയിക്കാത്തതിൻ്റെ കാര്യം സന്ദീപ് വാര്യരെ അവർ കൊല്ലുകയാണെങ്കിൽ കൊന്നോട്ടെ എന്ന് വിചാരിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവരെ ഒറ്റിക്കൊടുക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് BJP ചൂണ്ടിക്കൊണ്ട് ഓരോ അണികളോടും പറയുകയാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. ഇത് കൂടാതെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇവിടെ വന്നിരിക്കാൻ കാരണം സുരേന്ദ്രനും കൂട്ടരുമാണ് എന്നാണ് പറഞ്ഞത്. കൂടാതെ അദ്ദേഹം പറഞ്ഞത്, വെറുപ്പ് മാത്രം അല്ലെങ്കിൽ വിദ്വേഷം മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന്, ഒരു കടയിൽ നിന്ന് ഞാൻ സ്നേഹം പ്രതീക്ഷിച്ചതാണ് എൻ്റെ തെറ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ BJP വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഘടനയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. മൂന്നാമത് അദ്ദേഹം പറയുന്നൊരു കാര്യം, അതുകൊണ്ട് അദ്ദേഹം സ്നേഹത്തിൻ്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു എന്നാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ടത്, സരിൻ പോയപ്പോൾ കോൺഗ്രസ്സിന് വലിയ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം സരിൻ്റെ പത്രസമ്മേളനങ്ങളിൽ സരിൻ കിടന്ന് മെഴുകുന്നതാണ് നമ്മൾ കണ്ടത്. പലപ്പോഴും പിച്ചുമ്പയും പറയുന്നതാണ് കണ്ടത്. വൈകാരിക പ്രകടനമാണ് കണ്ടത്. കാരണം എന്താണ് ഈ പറയുന്നത് എന്ന് പോലും പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ദേഷ്യം കൊണ്ടും വികാര വിക്ഷോഭങ്ങൾ കൊണ്ടുമൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നതാണ് കണ്ടത്. പലപ്പോഴും ഇതിനു മുമ്പ് സരിൻ നടത്തിയിട്ടുള്ള വിമർശനങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായി പിണറായി വിജയനെതിരെയുള്ള വിമർശനങ്ങൾക്ക് പോലും മറുപടി പറയാൻ സരിന് കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ സന്ദീപ് വാര്യർ കൃത്യമായതിന് മറുപടി കൂടി പറയുന്നുണ്ട്. സന്ദീപ് വാര്യർ പറയുന്നത്, ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല പറഞ്ഞത്, പകരം പാർട്ടിയുടെ നിലപാടുകളാണ് ചർച്ചകളിലിരുന്ന് പറഞ്ഞത്. അതുകൊണ്ട് പല വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടാകും, അതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ദീപാദാസ് മുൻഷിയും നമ്മുടെ VD സതീശനും അതുപോലെ തന്നെ K സുധാകരനും ഒക്കെ തന്നെ വളരെ ഊഷ്മളമായി ഷാഫി പറമ്പിലും ഒക്കെ തന്നെ സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം അതിനിടയിൽ ജനം TVയുടെ ഒരു ചാനലുകാരൻ വ്യക്തികൾ പ്രധാനപ്പെട്ടതല്ലല്ലോ BJPയിൽ എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചപ്പോൾ പോലും തിരിച്ചുള്ള മറുപടിയും അതിഗംഭീരമായിരുന്നു. അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി, അങ്ങനെ വ്യക്തികൾ പ്രധാനപ്പെട്ടതല്ലെങ്കിൽ നിങ്ങൾ നരേന്ദ്രമോദിയെ മാറ്റി നിർത്തിക്കൊണ്ട് എന്താണ് തെരഞ്ഞെടുപ്പിൽ നേരിടാത്തത്, വ്യക്തി പ്രാധാന്യപ്പെട്ടതല്ലെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ ജനം TVക്ക് കഴിഞ്ഞില്ല. സത്യത്തിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് BJPക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുകയാണ് ജനം TVക്കാരനൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സരിനേക്കാളൊക്കെ 10 ഇരട്ടി മിടുക്കുള്ള ഒരാളെ നമ്മുടെ കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം വലിയ സ്വാധീനമുണ്ടാകും എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അതിമിടുക്കനായിട്ടുള്ള ഒരാളെ കോൺഗ്രസ്സിലേക്ക് കിട്ടിയിരിക്കുന്നു. ഇതിൽ CPMന് പോലും ഇപ്പോൾ ഇനി മുതൽ സന്ദീപ് വാര്യരെ വിമർശിക്കാൻ കഴിയില്ല. കാരണം സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണെന്നും വളരെ മികച്ച ഒരു കേഡറായി മാറും എന്നുമൊക്കെ AK ബാലൻ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ്. ആ സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തതെല്ലാം ഞങ്ങൾ ശരിവെക്കുന്നു എന്നാണ് VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ സ്കോർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കോൺഗ്രസും
കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇന്ന് 16-ാം തീയതിയാണ്. 17-നും 18-നും 19-നും ഒക്കെ തന്നെ വലിയ തോതിൽ സന്ദീപ് വാര്യരെ പ്രസംഗങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ കഴിയും. സന്ദീപ് വാര്യർ ആണ് BJP വിമർശിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യസനങ്ങളും അതുപോലെ അവഗണനകളും അവഹേളനങ്ങളും എല്ലാം കൂടിക്കലർന്ന് കുറേ കൂടി രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനങ്ങൾ BJPക്കെതിരെ നടത്താൻ അദ്ദേഹത്തിന് കഴിയും. അതിൽ ഈ പ്രിയ ജേഷിൻ്റെ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചേക്കുന്നത്, മൂത്താൻ തറയിൽ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നത്, അത്തരത്തിലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ അമ്മ ആ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, ആ സമുദായത്തിൽപ്പെട്ട ആളുകൾ അവിടെ നിരവധി ഉള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ചെറിയ തോതിലെങ്കിലും ഒരു വിധത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും കോൺഗ്രസിന് അനുകൂലമായി. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വത്തോട് അല്ലെങ്കിൽ തന്നെ അണികളുടെ ഇടയിൽ വലിയ എതിർപ്പുകളുണ്ട്. ആ എതിർപ്പുകൾ കൂട്ടാൻ കൂടി തീർച്ചയായിട്ടും സന്ദീപ് വാര്യരുടെ പുറത്തുപോക്ക് സഹായിക്കും. ശോഭാ സുരേന്ദ്രനും അതുപോലെ സന്ദീപ് വാര്യരും നിരവധി വിമത നേതാക്കളെയുമാണ് പലപ്പോഴും അണികൾ ഒരുപാട് പിന്തുണച്ചിരുന്നത്. അതുകൂടി കോൺഗ്രസ്സിന് വലിയ തോതിൽ ഗുണമായി തീരും. ഇനി കുറച്ച് അണികളെങ്കിലും നിഷ്ക്രിയമായാൽ പോലും ഈ 2-3 ദിവസത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിൽ, ഏറ്റവും പീക്കിലേക്ക് എത്തിയിരിക്കുന്ന പ്രവർത്തനത്തിൽ അത് കോൺഗ്രസ്സിന് വലിയ തോതിൽ ഗുണമായി തീരും. അതുകൊണ്ട് കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ അവരുടെ ഒരു ട്രംപ് കാർഡ് തന്നെ പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സരിൻ പോയതിനേക്കാൾ അല്ലെങ്കിൽ 10 ഇരട്ടി ഗുണമാണ് ചെയ്യുക. സരിൻ പോയത് ഒരു സീറ്റിന് വേണ്ടിയാണ്, സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് എന്ന് പറയുന്നൊരു ഇമേജ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ സന്ദീപ് വാര്യർക്ക് അത്തരത്തിലൊരു ഇമേജ് ഇല്ല. പകരം അവിടെ നിന്ന് ആ സ്വന്തം പാർട്ടിയിൽ നിന്ന് അവഹേളിതനായി അപമാനിതനായി അദ്ദേഹത്തെ പുറത്തേക്കിറക്കി വിട്ടു എന്നൊരു പ്രതിച്ഛായ സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ഇതുവരെ സന്ദീപ് വാര്യർക്കും കോൺഗ്രസിനും കഴിഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഗുണം ചെയ്യും.